Welcome to S3 Minor CET 281 Building Construction and Structural Systems Module 2 Part 4. കഴിഞ്ഞ സെഷനിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് വെറ്റ് കോൺക്രീറ്റിൻ്റെ വർക്കബിലിറ്റി ടെസ്റ്റുകളാണ്. സ്ലം ടെസ്റ്റും കോമ്പാക്ഷൻ ഫാക്ടർ ടെസ്റ്റും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി നെക്സ്റ്റ് വരുന്നത് ഹാർഡൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റിൻ്റെ ടെസ്റ്റുകളാണ്. അപ്പോൾ ഹാർഡൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റിന്റെ ടെസ്റ്റിന് മെയിൻ ആയിട്ട് പ്രോപ്പർട്ടിയിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഫസ്റ്റ് വൺ സ്ട്രെങ്ത് ആണ് നമ്മൾ പഠിച്ചത്. അപ്പോൾ സ്ട്രെങ്ത് ആണ് ഹാർഡൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റിനകത്ത് നമുക്ക് ടെസ്റ്റ് ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഈ പറയുന്ന സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പല മെത്തേഡ്സും യൂസ് ചെയ്യുന്നുണ്ട്. അത് നിങ്ങൾ കഴിഞ്ഞ സെഷനിൽ നമ്മൾ കണ്ടതാണ് അതിൻ്റെ പേരുകൾ. ഫസ്റ്റ് നമ്മൾ കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, സെക്കൻഡ് ഫ്ലെക്ഷറൽ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്, തേർഡ് വൺ ടെൻസൈൽ അതായത് സ്പ്ലിറ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ ഒരു നമുക്ക് നോൺ ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ടെസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. അതാണ് റീബൗണ്ട് ഹാമറൊക്കെ യൂസ് ചെയ്തിട്ട്. പക്ഷെ അതൊക്കെ നമ്മൾ അടുത്ത കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള ക്ലാസ്സുകളിലാണ് പഠിക്കുക. അപ്പം ഇതിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത് കംപ്രഷൻ സ്ട്രെങ്ത് ടെസ്റ്റ് ഫോർ കോൺക്രീറ്റ്. സ്ട്രെങ്ത് നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഒരു കോൺക്രീറ്റ് മിക്സ് അല്ലെങ്കിൽ ഒരു റൂഫ് കോൺക്രീറ്റ് വെച്ച് കാസ്റ്റ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? മെയിൻലി അതിൻ്റെ മുകളിൽ വരുന്ന ലോഡ് എന്താണ്? കംപ്രസീവ് സ്റ്റൈലിലുള്ള ലോഡുകളാണ് വരിക. അപ്പൊ ഈ കംപ്രഷൻ പറയുന്ന ഇതിപ്പം സപ്പോസ് ഒരു ബീം അല്ലെങ്കിൽ സ്ലാബ് ആണെങ്കിൽ ഇതിന്റെ മുകളിൽ വന്നു കഴിഞ്ഞാൽ അതിന് എത്രത്തോളം കംപ്രസീവ് ലോഡിനെ താങ്ങാനുള്ള കഴിവുണ്ടാവും എന്നതാണ് നമ്മൾ ഈ ടെസ്റ്റ് വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്താണോ സൈറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന കോൺക്രീറ്റ് മിക്സ്, അതായത് ഇപ്പൊ നമ്മൾ സപ്പോസ് ഒരു റൂഫ് സ്ലാബ് ചെയ്യുന്നുണ്ട് എന്ന് വെച്ചോ. അപ്പൊ ആ റൂഫ് സ്ലാബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മിക്സ് നമ്മൾ ഏതാണോ ആ പറയുന്ന സൈറ്റിൽ മിക്സ് ചെയ്യാൻ പോകുന്ന മിക്സ്, ആ മിക്സ് വെച്ചിട്ട് നമ്മൾ ക്യൂബ് കാസ്റ്റ് ചെയ്യും. ഈ ക്യൂബ് കാസ്റ്റ് ചെയ്യുന്ന ക്യൂബിന്റെ സൈസ് എന്ന് വെച്ചാൽ 150 mm × 150 mm × 150 mm ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന ക്യൂബിന്റെ ഇത് ചില സ്ഥലത്ത് സിലിണ്ടേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷെ മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത് ക്യൂബാണ്. സാധാരണ എല്ലാ സൈറ്റിലും നിങ്ങൾ ഏത് പാലത്തിന്റെ കൺസ്ട്രക്ഷൻ നടക്കുന്ന സമയത്തായാലും, വലിയ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ നടക്കുന്ന സ്ഥലത്തായാലും, റോഡ് കൺസ്ട്രക്ഷൻസ് നടക്കുന്ന സ്ഥലത്തായാലും എല്ലാം നമ്മൾ കാസ്റ്റ് ചെയ്യുന്നത് ക്യൂബാണ്. അപ്പൊ ഈ ക്യൂബ് നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് കാസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം 7th ഡേ ഓർ 28th ഡേ ആണ് ഇതിന്റെ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് കാസ്റ്റ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഇതിനെ റൂം ടെമ്പറേച്ചറിൽ കീപ്പ് ചെയ്യും. അതായത് 24 മണിക്കൂർ റൂം ടെമ്പറേച്ചറിൽ വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതിനെ പിന്നെ ക്യൂറിങ്ങിലേക്ക് കൊടുക്കും. അതായത് അതിന്റെ മോൾഡൊക്കെ എടുത്ത് മാറ്റി ക്യൂബ് എന്ത് ചെയ്യും? ക്യൂറിങ് ടാങ്കിലേക്ക് ഇടും. ആ ക്യൂറിങ് ടാങ്കിലേക്ക് ഇട്ടതിന് ശേഷം ആണ് നമ്മളിത് 7th ഡേ ഓർ 28th ഡേ നമ്മൾ ഇതിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് എക്യുപ്മെന്റ് ആണ് ഉപയോഗിക്കുന്നത്? യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ അല്ലെങ്കിൽ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ ആണ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതിന്റെ യൂണിവേഴ്സൽ ഓർ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ, രണ്ട് മെഷീൻസും ഉപയോഗിക്കാം. ഏതാണോ അവൈലബിൾ അത് വെച്ചിട്ടാണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ കംപ്രഷൻ ടെസ്റ്റിംഗ് മെഷീൻ്റെ 2 പ്ലേറ്റുകൾ ഉണ്ടാവും. ഒന്ന് മൂവബിൾ ആയിരിക്കും, ഒന്ന് ഫിക്സഡ് ആയിരിക്കും. അപ്പൊ ഈ പറയുന്ന പ്ലേറ്റിന്റെ നടുക്ക് നമ്മൾ എന്ത് കൊണ്ടുവയ്ക്കും? ക്യൂബ് പ്ലേസ് ചെയ്യും. ഫസ്റ്റ് ഫിഗറിൽ ഉള്ളതുപോലെ. രണ്ടാമത്തെ സിലിണ്ടറിന്റെ കേസാണ്, ആദ്യത്തേതാണ് ക്യൂബിന്റെ കേസ്. അപ്പൊ അത് വെച്ചതിന് ശേഷം നമ്മൾ ഇതിന്റെ മുകളിൽ എന്ത് ചെയ്യും? ലോഡ് അപ്ലൈ ചെയ്യും. ഈ ലോഡ് അപ്ലൈ ചെയ്യുന്നതിന്റെ റേറ്റ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ 14 Nm²/min ആണ് ഇതിന്റെ ലോഡിംഗ് റേറ്റ്. ആ ലോഡിംഗ് റേറ്റിൽ ലോഡ് ഇങ്ങനെ വന്നിട്ട് ഇതിങ്ങനെ അമർത്തി, കംപ്രസീവ് ലോഡാണ് കൊടുക്കുക, ആക്സിയലി കംപ്രഷൻ കൊടുക്കും. അമർത്തി എപ്പോഴാണോ ഇത് ക്രഷ് ആവുന്നത് അപ്പോൾ നമ്മൾ ഈ ലോഡ് ഡയലിലുള്ള കംപ്രഷൻ ലോഡ്, ഏത് ലോഡിലാണോ ഇത് ക്രഷ് ആയത് ആ ലോഡ് നോട്ട് ചെയ്യും. എന്നിട്ട് ഇതിന്റെ
മാക്സിമം കംപ്രസീവ് സ്ട്രെങ്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. അപ്പൊ ഇതാണ് ക്യൂബ് ടെസ്റ്റ്. അപ്പം മിനിമം നമ്മൾ 3 ക്യൂബ് വെച്ചിട്ടാണ് ഒരു മിക്സ് ടെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഒരു മിക്സ് ഇത് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാകുമ്പം 3 ക്യൂബ്സിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള വാല്യൂസ് ആയിരിക്കും കിട്ടുക. ഒരിക്കലും സെയിം വാല്യൂ കിട്ടണമെന്നൊന്നും നിർബന്ധമില്ല. അപ്പൊ ഈ ഡിഫറെന്റ് വാല്യൂസ് കിട്ടുമ്പം അത് ഒരു ക്യൂബിന്റെ കംപ്രസീവ് സ്ട്രെങ്ത്തിന്റെ വാല്യൂവിനെ കാണിയും 15% പ്ലസ് ഓർ മൈനസ് ആണ് അടുത്ത ക്യൂബിന്റെ വാല്യൂ വരുന്നതെങ്കിൽ, അതിൽ കാണും കൂടുതലാണ് നമുക്ക് ആ വേരിയേഷൻ വരുന്നതെങ്കിൽ നമ്മൾ വേറെ തന്നെ സെറ്റ് ക്യൂബ് സെയിം മിക്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് ഒന്നുകൂടെ ടെസ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. കാരണം ഇത് 15% കൂടിക്കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ സെയിം മിക്സിലാണ് നമ്മൾ 3 ക്യൂബും പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും ഇതിന്റെ സ്ട്രെങ്ത്തിൽ എത്ര വേരിയേഷൻ ഉണ്ടാവില്ല, 15% കൂടുതലുള്ള വേരിയേഷൻസ് വരില്ല. അപ്പൊ അങ്ങനെ വരികയാണെങ്കിൽ നമ്മൾ മിക്സ് ഒന്നുകൂടി ചേഞ്ച് ചെയ്ത് നമ്മൾ സെയിം മിക്സിൽ 3 ക്യൂബ് ഒന്നുകൂടി പ്രിപ്പയർ ചെയ്തിട്ട് പിന്നെയും ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പൊ ഇതാണ് കംപ്രഷൻ ടെസ്റ്റ്. അപ്പം നമ്മൾ സാധാരണ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിലിണ്ടർ കാര്യമായിട്ട് വലിയ സ്ഥലങ്ങളിലൊന്നും യൂസ് ചെയ്യുന്നില്ല. പക്ഷെ സിലിണ്ടറും വെച്ചിട്ട് സിലിണ്ടറിക്കൽ മോൾഡ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാം, കംപ്രഷൻ ടെസ്റ്റ് ചെയ്യാം. അതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ 1/2, അതായത് ഇതിന്റെ ഡയമീറ്ററിന്റെ ഡബിൾ അതിന്റെ ഡെപ്ത് ഉള്ള സൈസിലുള്ള സ്പെസിമൻ ആണ് നമ്മൾ സിലിണ്ടർ ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. എന്നിട്ട് നമ്മൾ സെയിം ക്യൂബിന്റെ സെയിം പ്രൊസീജിയർ സിലിണ്ടറിന്റെ മുകളിൽ റിപ്പീറ്റ് ചെയ്യും. അങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കംപ്രഷൻ ടെസ്റ്റ് ചെയ്യുന്നത്. ഇനി ഈ പറയുന്ന മിക്സ് നമ്മളിപ്പം ഓരോ മിക്സ് നമ്മൾ എടുത്തിട്ടുണ്ടാവുമല്ലോ. ചിലപ്പം ഡിസൈൻ മിക്സ് ആവാം, അല്ലെങ്കിൽ നോമിനൽ മിക്സ് ആവാം. ഇപ്പൊ നമുക്ക് സാധാരണയല്ല, ഇപ്പൊ ഒരു വീടിന്റെ കൺസ്ട്രക്ഷൻ ഒക്കെ ആണെങ്കിൽ നമ്മൾ 1:2:4 ഓർ 1:1.5:3 എന്ന് പറയുന്നതൊക്കെ മിക്സ് ആണെങ്കിൽ നമുക്ക് M20 ആയിട്ടുള്ള മിക്സ് ആണ് വരിക. അപ്പൊ ഈ 20 എന്ന് പറയുന്നത് എന്താണ്, അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. അപ്പൊ 20 Nm² കംപ്രസീവ് സ്ട്രെങ്ത് അതിന് കിട്ടണം നമ്മൾ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മിക്സ് പ്രിപ്പറേഷനിൽ പ്രശ്നമുണ്ട് എന്നാണ് അർത്ഥം. അത് ചെക്ക് ചെയ്ത് അത് കറക്റ്റ് മിക്സ് ഡിസൈനിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്ത സ്ട്രെങ്ത് എത്രയാണോ അത്രയും കിട്ടുന്നത് പോലെ നമ്മൾ അതിനെ റെഡിയാക്കിയിട്ട് കൊണ്ടുവരും. നെക്സ്റ്റ് ഉള്ളത് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ടെസ്റ്റ്. ഈ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഈ കോൺക്രീറ്റിന്റെ ടെൻസൈൽ സ്ട്രെങ്ത്തിനെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നതാണ് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ടെസ്റ്റ്. അപ്പോൾ ടെൻസൈൽ സ്ട്രെങ്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയാണ് വരിക, നമ്മൾ സാധാരണ ഒരു ബീം എടുത്തു കഴിഞ്ഞാൽ ഈ കോൺക്രീറ്റ് എന്ന് പറയുന്ന സാധനത്തിന് എന്ത് മാത്രമേ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളൂ, കംപ്രസീവ് ലോഡ് മാത്രമേ എടുക്കാൻ കപ്പാസിറ്റി ഉള്ളൂ. പക്ഷേ ഈ പറയുന്ന കോൺക്രീറ്റിന്റെ മേലെ ലോഡ് വരുമ്പം ഈ കോൺക്രീറ്റ് മിക്സിൽ ടെൻഷനും കൂടി വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പൊ ആ ടെൻഷൻ എങ്ങനെ വരുമെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളിപ്പം ഒരു ബീം ഇങ്ങനെ ഉണ്ട് എന്ന് വെച്ചോ, ആ ബീമിന്റെ മുകളിൽ ഇപ്പൊ എൻ്റെ കൈ ഒരു ബീമായിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇവിടെയാണ് കംപ്രഷൻ ലോഡ് വരിക അല്ലെ. മേലെ ഇപ്പം ലോഡ് വന്നിട്ടാകുമ്പോൾ ഇവിടെയാണ് ലോഡ് വരിക. അപ്പൊ ഒബ്വിയസ്ലി ഇതിന് എന്തുണ്ടാവും, ഒരു ടെൻഡൻസി ഈ 2 സൈഡിലാണ് സപ്പോർട്ട് ഉണ്ടാകുക. ഈ കൈന്റെ 2 എൻഡില് സപ്പോർട്ട് ഉണ്ടാവും. അപ്പൊ ഇതിന് താഴേക്ക് ബെൻഡ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അപ്പൊ ബെൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ടാവുമ്പം ഇതിന്റെ ബോട്ടം മോസ്റ്റ് ഫൈബേഴ്സിൽ ഈ സ്ട്രക്ചറൽ മെമ്പർ എന്താണോ ആ മെമ്പറിന്റെ ബോട്ടം മോസ്റ്റ് ഫൈബേഴ്സിനകത്ത് ടെൻഷൻ ഫീൽ ചെയ്യും. അപ്പൊ ടെൻഷനെ റെസിസ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഈ പറയുന്ന കോൺക്രീറ്റിന് ഇല്ല എങ്കിൽ ഇവിടെ ക്രാക്സ് ഫോം ചെയ്ത് ഈ പറയുന്ന സിസ്റ്റം എന്താവും, ഫെയിൽ ആവും. അപ്പൊ ഇതിന് എത്ര മാത്രം കോൺക്രീറ്റിന് ടെൻസൈൽ ലോഡ് എടുക്കാൻ പറ്റും എന്നുള്ള ടെസ്റ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതാണ് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ടെസ്റ്റ്. അപ്പം ഈ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബീം കാസ്റ്റ് ചെയ്യണം. ബീം കാസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിന്റെ മോൾഡിന്റെ സൈസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 150 × 150 × 700, അതായത് 700 ലെങ്ത്, ബ്രെഡ്ത്ത് 150 ആൻഡ്
ഡെപ്ത് 150. അത്രയുള്ള ഒരു മോൾഡിൽ നമ്മൾ ഏതാണോ മിക്സ് സെലക്ട് ചെയ്തത് ആ മിക്സിലുള്ള കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം ഇതിനകത്ത് ഫില്ല് ചെയ്ത് അത് ഡീമോൾഡ് ചെയ്ത് 24 hours ശേഷം ഡീമോൾഡ് ചെയ്ത് അതിനെ ക്യൂർ ചെയ്തിട്ട് അത് ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരും. ഈ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരുമ്പം ഇതിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത് ഒരു 38 mm റോളേഴ്സ് ഉണ്ടാവും. അതിൻ്റെ അടുത്ത ഫിഗറിൽ അത് കാണിക്കാം. ഇങ്ങനെയാണ് ആ ബീം കണ്ടല്ലോ നിങ്ങൾ ഇതിനകത്ത് വെച്ചിരിക്കുന്നത്. അപ്പം താഴെ 2 റോളേഴ്സ് വെച്ചിട്ടുണ്ടാവും. ആ റോളറിന്റെ ഡയാ എന്ന് പറയുന്നത് 38 mm ആയിരിക്കും. അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 600 mm ആയിരിക്കും. ഈ 600 mm സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഉള്ള റോളറിന്റെ മേലെ ബീം വെച്ച് അതിന്റെ സെൻട്രിക് ആയിട്ട് 2 റോളേഴ്സ് പിന്നെയും വെക്കും. അതും സെയിം സൈസ് 38 mm സൈസുള്ള റോളേഴ്സ് വെക്കും. അതിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 200 mm ആയിരിക്കും. അതിന്റെ മേലെ ഒരു പ്ലേറ്റ് വെച്ച് അതിന്റെ മുകളിലേക്കാണ് എന്ത് കൊടുക്കുന്നത്? ലോഡ് കൊടുക്കുന്നത്. അപ്പൊ ലോഡ് കൊടുക്കുന്നത് ഇങ്ങനെ കൊടുക്കാൻ കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ടെൻഷൻ കംപ്ലീറ്റ് ഫീൽ ചെയ്യണം. അതായത് ഫിക്സഡ് സപ്പോർട്ട് അല്ലാണ്ട് റോളർ സപ്പോർട്ട് ആയിട്ട് കൊടുക്കുന്നതാണ് ഇത്. നമ്മൾ മെക്കാനിക്സിലൊക്കെ പഠിച്ചതാണ് റോളർ സപ്പോർട്ട് എന്താണെന്നുള്ളത്. അപ്പം സാധാരണ നമ്മൾ ബീംസ് ഡിസൈൻ ചെയ്യുമ്പോൾ എന്ത് വരുന്നുണ്ട്? റോളർ സപ്പോർട്ട് വരുന്നുണ്ട്. അത് നിങ്ങൾ പഠിച്ചാണ്. അപ്പൊ ആ റോളർ സപ്പോർട്ട് പോലെ ആണ് ഇതിനകത്ത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതിനകത്ത് ലോഡ് കൊടുത്തിട്ടാകുമ്പം ഏത് ലോഡിലാണോ ബീം ഫെയിൽ ആവുന്നത്, അതായത് മേലെ നിന്നാണ് നമ്മൾ ലോഡ് കൊടുക്കുന്നത്. ലോഡ് ആക്ച്വലി കൊടുക്കുന്നത് എങ്ങനെയാണ്? കംപ്രഷൻ ആയിട്ടുള്ള ലോഡാണ് കൊടുക്കുന്നത്. പക്ഷെ ഈ ബീമിന്റെ മുകളിൽ അത് ആക്ട് ചെയ്യുമ്പം അത് എന്തായിട്ട് ടെൻസൈൽ ലോഡ് അതിന്റെ മുകളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആ ടെൻസൈൽ ഏത് ലോഡിലാണോ നമുക്ക് ബീം ഫെയിൽ ആവുന്നത്, ആ ഫെയിൽ ആവുന്ന ലോഡാണ് എടുത്തിട്ട് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഇതാണ് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ടെസ്റ്റ്. അപ്പൊ ഈ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ടെസ്റ്റ് ഉപയോഗിക്കുന്നത് ഇതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനിയുള്ളത് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. ഇത് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ 2 മെത്തേഡിൽ ടെസ്റ്റ് ചെയ്യുന്നതാണ്. ഒന്ന് ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ടെസ്റ്റും രണ്ടാമത്തത് ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റും. ഈ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ് നമ്മൾ സ്പ്ലിറ്റ് ടെസ്റ്റ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇപ്പൊ സ്പ്ലിറ്റ് ടെസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് നമ്മൾ 150 mm ഡയാ ഉള്ള ഒരു സിലിണ്ടർ ആണ് എടുക്കുന്നത്. എന്നിട്ട് 300 mm ഡെപ്ത്, അതായത് 1/2 ഡെപ്തിലുള്ള സിലിണ്ടർ എടുത്തു. ആ സിലിണ്ടറിനകത്ത് മിക്സ് ഫില്ല് ചെയ്ത് നമ്മൾ സിലിണ്ടർ കാസ്റ്റ് ചെയ്തതിന് ശേഷം അതിനകത്ത് ക്യൂറിങ് നടത്തിയിട്ട് അത് എന്ത് ചെയ്യും? ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവരും. അപ്പൊ ടെസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ട് ഇതാണ് അതിന്റെ ടെസ്റ്റ് സെറ്റപ്പ്. ആദ്യത്തെ ഫിഗർ അതിന്റെ ക്രോസ് സെക്ഷൻ ആണ് കാണിക്കുന്നത്. അതിന്റെ മേലെ ലോഡ് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിനകത്ത് കാണിച്ചു. അതിനെ ഒരു പ്ലൈവുഡ് സ്ട്രിപ്പ് വെച്ചിട്ട് അതിന് ഉരുണ്ടു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് പ്ലൈവുഡ് സ്ട്രിപ്പ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ടാവും. ആൻഡ് അതിന്റെ മേലെ ഒരു സപ്ലിമെന്ററി സ്റ്റീൽ ബാർ വെച്ചിട്ട് അതിന്റെ മുകളിലാണ് എന്ത് കൊടുക്കുന്നത്? ലോഡ് കൊടുക്കുന്നത്. നേരത്തെ റോളറിൽ, അതായത് ഫ്ലെക്ചറൽ ടെസ്റ്റിൽ ചെയ്ത പോലെ തന്നെ ഒരു സ്റ്റീൽ പ്ലേറ്റ് വെച്ചിട്ട് അതിന്റെ മേലേക്കാണ് ലോഡ് കൊടുക്കുക. അപ്പൊ ഇതിനകത്ത് ലോഡ് കൊടുക്കുമ്പം ഫെയിലിയർ പ്ലെയിൻ അവിടെ കാണിച്ചിട്ടുണ്ട്. നമുക്ക് ടെൻസൈൽ ലോഡ് വരുമ്പോൾ ഉണ്ടാവുന്ന ഫെയിലിയർ പ്ലെയിൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ ലോഡ് വരുമ്പം അത് ത്രൂ ലെങ്ത് വൈസ് എന്ത് ചെയ്യും? നടുക്കൂടെ കട്ടായിട്ട് പോവും. അപ്പൊ ഈ സ്പ്ലിറ്റ് വരുമ്പം നമുക്ക് ഈ ലോഡ് കൂടുന്നതിനനുസരിച്ച് ക്രാക്ക് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. ആ ക്രാക്ക് ഫോം ചെയ്യുന്നത് ഇതിന്റെ സർക്കുലർ ആയിട്ടുള്ള ക്രോസ് സെക്ഷനകത്ത് ഇതിനകത്ത് ഡോട്ടഡ് ലൈന് കാണിച്ചിരിക്കുന്ന പോലെയുള്ള ആ ഫെയിലിയർ പ്ലെയിനിൽ കൂടിയായിരിക്കും ക്രാക്ക് ഫോം ചെയ്യുക. ആ ക്രാക്ക് ഫോം ചെയ്യുമ്പോൾ ഉള്ള ലോഡ് എത്രയാണോ അത് നമ്മൾ എടുത്തിട്ട് അതാണ് നമ്മൾ ടെൻസൈൽ സ്ട്രെങ്ത്തിന്റെ കാൽക്കുലേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഹാർഡൻഡ് ആയിട്ടുള്ള കോൺക്രീറ്റിൽ ചെയ്യുന്ന 3 ടെസ്റ്റുകൾ. ഫസ്റ്റ് വൺ കംപ്രഷൻ സ്ട്രെങ്ത് ടെസ്റ്റ്, സെക്കൻഡ് വൺ ഫ്ലെക്ചറൽ സ്ട്രെങ്ത് ടെസ്റ്റ്, തേർഡ് വൺ സ്പ്ലിറ്റ് ടെസ്റ്റ് ഓർ ടെൻസൈൽ സ്ട്രെങ്ത് ടെസ്റ്റ്. റെഡി മിക്സ് കോൺക്രീറ്റ്. നെക്സ്റ്റ്, എന്താണ് റെഡി മിക്സ് കോൺക്രീറ്റ്? റെഡി മിക്സ് കോൺക്രീറ്റ് നമുക്ക് ഇപ്പം ഭയങ്കര സുപരിചിതമാണ്. റെഡി മിക്സ് കോൺക്രീറ്റ് എന്താണെന്നുള്ളത്. ഇപ്പൊ റെഡി മിക്സ് കോൺക്രീറ്റിനകത്ത് നമ്മൾ
മിക്സ് ചെയ്യുന്നതും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതെല്ലാം നമ്മൾ മെഷീനറീസിന്റെ ഹെൽപ്പോട് കൂടി ആയിരിക്കും. അതായത് നമ്മൾ സൈറ്റിൽ വെച്ചിട്ട് കോൺക്രീറ്റ് മിക്സ് ചെയ്യാതെ ഒരു ഫാക്ടറിയിൽ വെച്ച് മിക്സ് പ്രിപ്പയർ ചെയ്തതിന് ശേഷം അത് സം ലോജിസ്റ്റിക് ഉപയോഗിച്ചിട്ട് മിക്സ് ട്രാൻസ്പോർട്ട് ചെയ്യാനുള്ള വെഹിക്കിൾസ് യൂസ് ചെയ്തിട്ട് നമ്മൾ സൈറ്റിലേക്ക് എത്തിക്കുന്നു. അവിടെ വെച്ചിട്ട് അത് പമ്പ് ചെയ്ത് കോൺക്രീറ്റ് ഫില്ല് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഈ റെഡി മിക്സ് കോൺക്രീറ്റിന്റെ അഡ്വാൻറ്റേജസ്? ഒന്ന്, നമുക്ക് ഈ റെഡി മിക്സ് കോൺക്രീറ്റിന്റെ ക്വാളിറ്റി നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. നോർമലായിട്ട് നമ്മൾ ലേമാൻസ് വെച്ച് ചെയ്യുമ്പം ഓരോ ബാച്ച് കോൺക്രീറ്റും, ഇപ്പോൾ ഒരു സ്ട്രെച്ച് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്തു, അപ്പോൾ ആ സെയിം ക്വാളിറ്റി ആയിരിക്കണം എന്നില്ല അടുത്ത ബാച്ച് വരുമ്പോൾ. ചിലപ്പോൾ നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ കൂടാം, അല്ലെങ്കിൽ സിമെന്റ് ചിലപ്പോൾ കുറഞ്ഞു പോവാം, മിക്സിങ് കുറയാം, ഇതൊക്കെ ചെയ്യാനുള്ള ചാൻസുകൾ ഉണ്ട്. പക്ഷെ റെഡി മിക്സ് കോൺക്രീറ്റ് ആകുമ്പം ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് കോൺക്രീറ്റ്, ഒരു മിക്സ് കോൺക്രീറ്റ് എന്ന് പറഞ്ഞിട്ട് നമ്മളിപ്പം കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം M25 ഓർ M45 ഓർ M55 ആയിട്ടുള്ള മിക്സുകൾ, അതായത് 55 ന്യൂട്ടൺ പെർ mm² കംപ്രസീവ് സ്ട്രെങ്ത് വരുന്ന മിക്സുകൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി ത്രൂ ഔട്ട് അത് സെയിം ആയിരിക്കും. പിന്നെ നമുക്ക് അഗ്രിഗേറ്റ്സിന്റെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. വാട്ടർ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. സിമെന്റ് മിക്സിങ് കറക്റ്റായിട്ട് നടത്താൻ വേണ്ടി പറ്റും. ഏറ്റവും ഗുഡ് ക്വാളിറ്റി ആയിട്ടുള്ള മിക്സ് ഡിസൈൻസ് ചെയ്ത പ്രോപ്പർ ആയിട്ടുള്ള കോൺക്രീറ്റ് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് വാട്ടർ സിമെന്റ് റേഷ്യോ കുറയ്ക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ എന്ത് കൂടും? സ്ട്രെങ്ത് കൂടും. അപ്പൊ ഇത്രയും അഡ്വാൻറ്റേജസ് ഉണ്ട് നമുക്ക് റെഡി മിക്സ് കോൺക്രീറ്റ് യൂസ് ചെയ്യുമ്പം. പ്രൊവൈഡഡ് നമുക്ക് ഈ റെഡി മിക്സ് കോൺക്രീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന ഫാക്ടറിയും നമ്മളുടെ പ്ലേസിങ് സൈറ്റും നമ്മുടെ വർക്ക് നടക്കുന്ന സൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവാണെങ്കിൽ, ഡിസ്റ്റൻസ് കൂടുതലാകുമ്പോൾ നമുക്കുള്ള പ്രശ്നം എന്താണ്? സെറ്റിംഗ് ആക്ഷൻ നടക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് ആ മിക്സ് പ്രിപ്പയർ ചെയ്ത ഫാക്ടറിയും ഇതും തമ്മിലുള്ള സൈറ്റും തമ്മിലുള്ള ഡിസ്റ്റൻസ് വളരെ കുറവാണെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ റിലേ ചെയ്യാൻ പറ്റുന്ന ഒരു കോൺക്രീറ്റ് ആണ് റെഡി മിക്സ് കോൺക്രീറ്റ്. അപ്പൊ അതിന്റെ അഡ്വാൻറ്റേജസ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നെക്സ്റ്റ് ഉള്ളത് നോമിനൽ മിക്സ് ആൻഡ് ഡിസൈൻ മിക്സ്. നോമിനൽ മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഇതിന്റെ മിക്സ്, ഞാനിപ്പോ ഡിസൈൻ മിക്സ് പറഞ്ഞു, നോമിനൽ മിക്സ് പറഞ്ഞു. നോമിനൽ മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആസ് പെർ ദ IS കോഡ് നമുക്ക് എന്തുണ്ടാവും? കുറെ സ്പെസിഫിക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ആ സ്പെസിഫിക്കേഷൻസ് വെച്ചിട്ടുള്ള മിക്സ് ആണ് നോമിനൽ മിക്സ് ആയിട്ട് വരിക. അതായത് അപ് ടു M20 വരെയുള്ള കോൺക്രീറ്റ് മാത്രമേ ഈ നോമിനൽ മിക്സിനകത്ത് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. അതായത് നമ്മൾ നേരത്തെ പ്രിപ്പയർ ചെയ്ത 1:2:4, 1:1.5:3 എന്നൊക്കെ പറയുന്ന മിക്സുകൾ നോമിനൽ മിക്സ് ആണ്. വളരെ ചെറിയ ടൈപ്പിലുള്ള കൺസ്ട്രക്ഷനും നോർമൽ നമുക്ക് ലേമാൻ മാത്രം യൂസ് ചെയ്തിട്ട് മെഷീനറീസ് ഒന്നും യൂസ് ചെയ്യാതെ ചെയ്യുന്ന വർക്കുകളിലാണ് ഈ നോമിനൽ മിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ക്വാളിറ്റി ചെക്കിങ് അല്ലെങ്കിൽ ക്വാളിറ്റി മെയിൻറ്റെയിനിങ് ഒന്നും നോമിനൽ മിക്സിനകത്ത് കാര്യമായിട്ട് നമുക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റില്ല. പക്ഷെ ഡിസൈൻ മിക്സ് വരുമ്പം നമ്മളുടെ സിറ്റുവേഷൻ അനുസരിച്ചിട്ട്, നമ്മൾ ഏത് വെതറിങ് കണ്ടീഷൻ എന്താണ്, നമ്മുടെ എൻവോൺമെന്റ് എന്താണ്, നമ്മൾ ഏത് ടൈപ്പിലുള്ള ബിൽഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്, എത്ര ലോഡ് വരുന്നതാണ്, ഏത് കണ്ടീഷനിലുള്ളതാണ്, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു ഡിസൈൻ മിക്സ് പറയുക. അത് എപ്പോഴും ഈ നോമിനൽ മിക്സിന്റെ ഡിസൈൻ സ്ട്രെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും ഡിസൈൻ മിക്സിന്റെ സ്ട്രെങ്ത് വരുന്നത്. അപ്പൊ ഇപ്പം ഒരു അക്വാട്ടിക് സ്ട്രക്ചർ, അതായത് അണ്ടർ മറൈൻ സ്ട്രക്ചേഴ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ഡിസൈൻ മിക്സസ് വരും. നമ്മളിപ്പം ഒരു പർട്ടിക്കുലർ ലെവൽ സോൾട്ട് കണ്ടന്റ് കൂടുതലുള്ള സ്ഥലത്ത് അങ്ങനെയുള്ള സ്ട്രക്ചേഴ്സ് വരും. അതേപോലെ കെമിക്കൽസ് കൂടുതലായിട്ട് പ്രസന്റ് ആയിട്ടുള്ള സോയിലൊക്കെ ആണെങ്കിൽ അവിടെയുള്ള അങ്ങനെയുള്ള മിക്സസ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഡിസൈൻഡ് ആയിട്ടുള്ള മിക്സ് വരും.
ആ മിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്രീ ഡിസൈൻഡ് ആയിട്ട് അല്ലെങ്കിൽ പ്രീ ആയിട്ട് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു പ്രൊപ്പോർഷനെ അനുസരിച്ചിട്ടായിരിക്കില്ല നമ്മൾ കോൺക്രീറ്റ് മിക്സ് ചെയ്യുന്നുണ്ടാകുക. അവിടുത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട്, അവിടുത്തെ സോയിലിന്റെ കണ്ടീഷൻ, അവിടുത്തെ എൻവയോൺമെന്റിന്റെ കണ്ടീഷൻ, അവിടുത്തെ വാട്ടർ അവൈലബിലിറ്റി, അവിടുത്തെ വാട്ടറിന്റെ ക്വാളിറ്റി ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഡിസൈൻ മിക്സ് പ്രപ്പോസ് ചെയ്യുക. ആ മിക്സ് വെച്ചിട്ടാണ് അവിടെ കോൺക്രീറ്റിംഗ് വർക്ക് ഒക്കെ കംപ്ലീറ്റ് ആക്കുന്നുണ്ടാകുക. ഇതാണ് ഡിസൈൻ മിക്സ് ആൻഡ് നോമിനൽ മിക്സ്. നെക്സ്റ്റ് വരുന്നത് മിക്സ് ഡിസൈൻ ആണ്. അപ്പൊ മിക്സ് ഡിസൈൻ, നേരത്തെ പറഞ്ഞ ഡിസൈൻ മിക്സിനകത്ത് മിക്സ് ഡിസൈനിന് പ്രൊസീജിയേഴ്സ് വരും. ആ മിക്സ് ഡിസൈനിന്റെ പ്രൊസീജിയേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ IS കോഡിനെ ബേസ് ചെയ്തിട്ടുള്ള മിക്സ് ഡിസൈൻസ് ആണ് നടക്കുക. അപ്പം നമ്മൾ എത്ര അഗ്രിഗേറ്റ്, എത്ര സിമെന്റ്, അത് ഏത് ടൈപ്പിലുള്ള സിമെന്റ് യൂസ് ചെയ്യണം, നമ്മൾ കുറേ ടൈപ്പ് സിമെന്റ്സ് ഒക്കെ പഠിച്ചതാണ്. അപ്പൊ ഏത് ടൈപ്പിലുള്ള സിമെന്റ് യൂസ് ചെയ്യണം, അപ്പം അതിന്റെ വർക്കബിലിറ്റി എന്താണ്, സ്ട്രെങ്ത് എങ്ങനെ കിട്ടും, ഡ്യൂറബിലിറ്റി എങ്ങനെ കിട്ടും, ഏതൊക്കെ ഫാക്ടേഴ്സ് അതിന് എഫക്റ്റ് ആവും, ഇതൊക്കെ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മളൊരു മിക്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പം മിക്സ് ഡിസൈൻ്റെ അകത്ത് നമ്മൾ സെലക്ഷൻ ഓഫ് ദ പ്രൊപ്പോർഷനിങ് ഓഫ് മെറ്റീരിയൽസ്, ഡ്രൈ മിക്സിൻ്റെ അകത്ത് ഡ്രൈ മെറ്റീരിയൽസ്, സിമെന്റ്, സാൻഡ്, നമ്മൾ കോഴ്സ് അഗ്രിഗേറ്റ്, ഇത് മിക്സ് ചെയ്യുന്നതിനകത്ത് ഇതിന്റെ സെലക്ഷനകത്ത് ഉള്ള കാര്യങ്ങൾ എന്തിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്യും, ഓഫ് കോൺക്രീറ്റ്, ഏത് ടൈപ്പിലുള്ള ബിൽഡിംഗ് ആണ് എടുക്കാൻ പോകുന്നത്, എൻവയോൺമെന്റ്, അതിന് ചുറ്റുമുള്ള അത് സോയിൽ എൻവയോൺമെന്റ് ആവാം, വാട്ടർ എൻവയോൺമെന്റ് ആവാം, എയർ ആവാം, ഇൻഡസ്ട്രിയൽ ഏരിയസ് ഒക്കെ ആവുമ്പം അങ്ങനെയുള്ള കെമിക്കൽസ് ഒക്കെ വരുന്ന ഏരിയാസ് ആവാം. അങ്ങനെയുള്ള എൻവയോൺമെന്റ്, ദ ജോബ് സൈറ്റ് കണ്ടീഷൻസ്, എസ്പെഷ്യലി ദ മെത്തേഡ് ഓഫ് കോൺക്രീറ്റ് പ്രൊഡക്ഷൻ, ട്രാൻസ്പോർട്ട്, പ്ലേസ്മെന്റ്, കോമ്പാക്ഷൻ ആൻഡ് ഫിനിഷിംഗ്, ഇതൊക്കെ ഇതിനെ ഡിപ്പെൻഡ് ചെയ്യും. ആൻഡ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ അവൈലബിൾ റോ മെറ്റീരിയൽസ്, നമുക്ക് അതിനടുത്തുനിന്ന് കിട്ടുന്ന റോ മെറ്റീരിയൽസിന്റെ അവൈലബിലിറ്റി. ചിലപ്പോൾ കോഴ്സ് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് നമുക്ക് അങ്ങനെയുള്ള കോഴ്സ് അഗ്രിഗേറ്റ് കിട്ടിയെന്ന് വരില്ല, അപ്പൊ അതിന്റെ റീപ്ലേസ്മെന്റ് വരും. അപ്പൊ ആ റീപ്ലേസ്മെന്റ് ആയിട്ടുള്ള സാധനങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് സിമെന്റിന്റെയോ വേറെ ഏതെങ്കിലും കണ്ടന്റിന്റെയോ കൂട്ടുകയോ കുറക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള രീതിയിലാണ് ഈ മിക്സ് ഡിസൈൻ ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് ഇതിന്റെ കാര്യങ്ങൾ പറയാനുള്ളത്. അപ്പോൾ ഈ മൊഡ്യൂളിനകത്ത് കംപ്ലീറ്റ് നമ്മൾ കോൺക്രീറ്റിനെ പറ്റിയാണ് പഠിച്ചത്. കോൺക്രീറ്റിന്റെ ടൈപ്പ്, ഹൗ ടു പ്രിപ്പയർ, അതിന്റെ പ്രോപ്പർട്ടീസ്, അതിന്റെ ടെസ്റ്റിങ്, അതിന്റെ മിക്സ് ഡിസൈനിങ്, മിക്സസ് ഏതൊക്കെ വരുന്നു, ഇതൊക്കെയാണ് ഈ മൊഡ്യൂളിനകത്ത് കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ പഠിച്ചത്. അപ്പൊ ഈ മൊഡ്യൂൾ ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. അപ്പോൾ നെക്സ്റ്റ് മൊഡ്യൂള് നെക്സ്റ്റ് സെഷനിൽ നമുക്ക് കാണാം. അപ്പോൾ ടേക്ക് കെയർ, ബൈ ബൈ, താങ്ക് യു.